പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്ക് കായംകുളത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി. ജില്ലയിലെ പര്യടനത്തിന്റെ രണ്ടാം ദിവസം കുട്ടനാട്, അമ്പലപ്പുഴ, ഹരിപ്പാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പിന്നിട്ടാണ് യാത്ര കായംകുളത്ത് എത്തിയത്. എൽമെക്സ് ഗ്രൗണ്ടിലാണ് സ്വീകരണം നൽകിയത്. UDF നേതാക്കൾ സംസാരിച്ചു. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മുന്നണി സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് വരുന്നത്. ബദലുകളുമായി സർവ്വസന്നാഹത്തോടെയാണ് UDF വരുന്നത്. ഇവർ തകർത്ത സമ്പദ് വ്യവസ്ഥ നമ്മൾ പുനർജനിപ്പിക്കും. ഇപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിന്റെ ഖജനാവിൽ നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, തന്ത്രപൂർവമായ നികുതി ഭരണം കൊണ്ട് ഖജനാവിന്റെ ചോർച്ചയടയ്ക്കാൻ കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ സ്വീകരിച്ച് സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് നമ്മളത് ചെയ്യും. എന്നിട്ട് ഖജനാവ് നിറയുമ്പോൾ സാധാരണക്കാരനെ, പാവപ്പെട്ടവനെ, ഇടത്തരക്കാരനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവൻ്റെ സങ്കടങ്ങൾ മാറ്റും, അവൻ്റെ കണ്ണീരൊപ്പം അവൻ്റെ ജീവിത നിലവാരം ഉയർത്തും. നമ്മൾ ഈ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റും. നമ്മുടെ UDF ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് വരും. എനിക്ക് ഇതല്ല വേണ്ടത്. അങ്ങനെ വരുമ്പോൾ കായംകുളത്തെ UDF സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിക്കുക. ഇതുപോലെ ഉറപ്പ് വേണം. എനിക്ക് ഉറപ്പ് തന്നെ. എല്ലാവരും കൂടി ഒരുമിച്ച് കായംകുളത്ത് UDFന്റെ വിജയക്കൊടി പാറിക്കണം. ഒരു വാക്കുകൂടി പറയാം. ഇവിടെ UDF സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചാൽ ആ സ്ഥാനാർത്ഥി ജയിക്കുന്ന MLAയുടെ സ്വീകരണ സമ്മേളനത്തിൽ ഞാൻ വരും. വാക്കാണ്. ചലച്ചിത്ര സീരിയൽ നടൻ യവനിക ഗോപാലകൃഷ്ണൻ യോഗത്തിൽ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു.